The Lord told me that He is going to come into everyone's family. ഈ രാത്രിയിൽ കർത്താവിനോട് പറഞ്ഞു, എല്ലാവരുടെയും ഭവനങ്ങളിലേക്ക് കർത്താവ് വരുന്നു എന്ന് പ്രസ്താവിച്ചു. Jesus longs to come into your home. നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ യേശു ആഗ്രഹിക്കുന്നു. In Luke chapter 19 ലൂക്കോസ് 19 അധ്യായം and verse 5, 5 വാക്യം, when Jesus was walking on the road, യേശു നിരത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ there was a man who was a tax collector. ചുങ്കം പിരിക്കുന്നവനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. He was called sinner, sinner, sinner by everybody. എല്ലാ ആളുകളും അവനെ പാപി 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 എന്ന് വിളിച്ചിരുന്നു. Everybody hated him. എല്ലാ ആളുകളും അവനെ വെറുത്തിരുന്നു. Everybody said, get away from us. എല്ലാ ആളുകളും പറഞ്ഞു, ഞങ്ങളെ വിട്ട് ഓടി മടങ്ങി പോകാം. You are collecting taxes unnecessarily. You are taking much more money. നീ അനാവശ്യമായി നികുതി ചുമത്തുന്നു, ധാരാളം പണം നീ അപഹരിക്കുന്നു. Eating our blood, you are becoming a luxurious person. ഞങ്ങളുടെ രക്തം കുടിച്ചുകൊണ്ട് നീ വളരെ ആർഭാടത്തിനായി ജീവിക്കുന്നു. You are a sinner. നീ ഒരു പാപിയാകുന്നു. But this man had a heart to see Jesus. എന്നാൽ ഈ മനുഷ്യനവും യേശുവിനെ കാണാൻ ആഗ്രഹമുള്ള ഹൃദയം ഉണ്ടായിരുന്നു. He was hiding in a tree. അവനൊരു മരത്തിൽ കയറി ഒളിച്ചിരുന്നു. And he was waiting for Jesus to go by. യേശു അതിലൂടെ കടന്നുപോകാൻ നോക്കിയിരിക്കുകയാണ്. So that he could see Jesus. അത് മുഖാന്തരം അവൻ യേശുവിനെ കാണണം. Tonight you have come to see Jesus. ഈ രാത്രി നിങ്ങൾ യേശുവിനെ കാണാനായി വന്നിരിക്കുന്നു. When Jesus came, യേശു വന്നപ്പോൾ of course nobody knew that he was hiding in the tree. നിശ്ചയമായും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു അവൻ മരത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന്. Jesus correctly went to his place. യേശു ശരിയായി ആ സ്ഥലത്ത് തന്നെ നിന്നു. Stood by that tree. ആ വൃക്ഷത്തിന്റെ സമീപത്ത് നിന്നു. Looked up. ഉയരത്തിലേക്ക് നോക്കി. And called his name. അവന്റെ പേര് വിളിച്ചു. That's the power of God. അതാണ് ദൈവത്തിന്റെ ശക്തി. He knows everyone's name. എല്ലാവരുടെയും പേര് ദൈവത്തിന് അറിയാം. He knows every one of your heartaches. യേശുവിന് നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ അറിയാം. He called his name. അവന്റെ പേര് യേശു വിളിച്ചു. He said, Zacchaeus. അവൻ പറഞ്ഞു, സക്കായിയേ, Zacchaeus. സക്കായിയേ, Come down quickly, Zacchaeus. സക്കായിയേ, വേഗം ഇറങ്ങി വാ. I want to come to your home. എനിക്ക് നിന്റെ ഭവനത്തിലേക്ക് വരേണ്ടത് ആവശ്യമുണ്ട്. I want to come to your home. നിന്റെ ഭവനത്തിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. Zacchaeus only wanted to see Jesus. സക്കായിക്ക് യേശുവിനെ കാണാൻ മാത്രമേ ആഗ്രഹമുള്ളൂ. He never even wanted to touch him. യേശുവിനെ തൊടാൻ പോലും അവന് താല്പര്യമില്ലായിരുന്നു. He never even expected Jesus to talk to him. യേശുവിനോട് സംസാരിക്കുന്നവൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. But Jesus said, എന്നാൽ യേശു പറഞ്ഞു, Zacchaeus, സക്കായിയേ, I want to come to your home. നിന്റെ ഭവനത്തിൽ എനിക്ക് വരേണ്ട ആവശ്യമുണ്ട്. I want to come to your home. എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. Zacchaeus, come quickly. സക്കായിയേ, വേഗം ഇറങ്ങി വാ. Even tonight. ഈ രാത്രി തന്നെയും That's what Jesus is telling every one of you. അതാണ് നിങ്ങൾ ഓരോരുത്തരോടും യേശു കർത്താവ് ഇന്ന് പറയുന്നത്. My child, എന്റെ കുഞ്ഞേ, I don't want you to go home all by yourself, all alone. നീ ഏകനായി ഏകാന്തനായി നിന്റെ ഭവനത്തിലേക്ക് നീ മടങ്ങി പോകേണ്ടതില്ല. I want to come with you. നിന്നോട് ചേർന്ന് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to come to your home. എനിക്ക് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. Yes, my friend. അതെ എന്റെ സ്നേഹിത, 2 Corinthians 6 and verse 18 says, 2 കൊരിന്ത്യർ 6:18 വാക്യം ഇങ്ങനെ പറയുന്നു. God says, ദൈവം പറയുന്നു, my children, എന്റെ കുഞ്ഞുങ്ങളെ, I'll be a father to you. ഞാൻ നിങ്ങൾക്കൊരു പിതാവ് ആയിരിക്കും. You will be my son. നിങ്ങൾ എന്റെ പുത്രന്മാർ ആയിരിക്കും. You'll be my daughter. നിങ്ങൾ എന്റെ പെൺമക്കളായിരിക്കും. I will be a father to you. ഞാൻ നിങ്ങൾക്കൊരു പിതാവായിരിക്കും. I will come to your home. ഞാൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരും. I will receive you as my people. നിങ്ങളെ ഞാൻ എന്റെ മക്കളെ പോലെ സ്വീകരിക്കും. I will make you my son. I will make you my daughter. ഞാൻ നിങ്ങളെ എന്റെ പുത്രനും എന്റെ പുത്രിയുമാക്കി തീർക്കും. Tonight, ഈ രാത്രിയിൽ your loneliness will end. നിങ്ങളുടെ ഏകാന്തത അവസാനിക്കും. Do you say nobody cares for me? ആരും എനിക്ക് വേണ്ടി കരുതുന്നില്ല നിങ്ങൾ പറയുന്നുവോ? Nobody wants me. ആർക്കും എന്നെ ആവശ്യമില്ല. Maybe everybody has forsaken you. എല്ലാ ആളുകളും നിങ്ങളെ തള്ളി പറഞ്ഞേക്കാം. But Jesus said, എന്നാൽ യേശു പറയുന്നു, I will come home. ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ വരും. I will come home. ഞാൻ നിന്റെ വീട്ടിൽ വരും. I will come home. ഞാൻ നിന്റെ വീട്ടിൽ വരും. My daughter, എന്റെ മകളെ, I have not forgotten you. ഞാൻ നിന്നെ മറന്നു പോയിട്ടില്ല. I will come home. ഞാൻ നിന്റെ ഭവനത്തിൽ വരും. Today would you open your heart ഇന്ന് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറക്കുമോ? and tell him, Jesus, പറയുവിൻ, യേശുവേ, come home. ഭവനത്തിൽ വരിക. Come to my home. എന്റെ വീട്ടിൽ വരിക. But എങ്കിലോ tonight you can open your heart ഈ രാത്രി നിങ്ങൾക്ക് ഹൃദയം തുറക്കാം. and say, come and live in my heart. എന്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ കർത്താവിനോട് ആവശ്യപ്പെടാം. I'll gladly come. സന്തോഷത്തോടെ യേശു കടന്നു വരും. Many years ago, അനേകം വർഷങ്ങൾക്ക് മുൻപ്, nearly 49 years ago, ഏകദേശം 49 വർഷങ്ങൾക്ക് മുൻപ്, my father, who was working in the bank, was
sent to Bombay for a training, to Mumbai for a training. എന്റെ പിതാവ് ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു. മുംബൈയിൽ ഒരു പരിശീലനത്തിനായി അദ്ദേഹം അയക്കപ്പെട്ടു. We had never been separated in our family. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഒരിക്കലും പിരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. We were living in the deep south of India. ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് ഞങ്ങൾ It ജീവിച്ചിരുന്നു. was far distance. അത് വളരെ വിദൂരതയിലായിരുന്നു. So when he left, അതുകൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു പോയപ്പോൾ I began to cry. ഞാൻ കരയാൻ തുടങ്ങി. My mother began to cry. എന്റെ മാതാവ് കരയാൻ തുടങ്ങി. My little sister Angel, എന്റെ കൊച്ചു സഹോദരി ഏഞ്ചൽ, she was also crying. അവളും കരയാൻ തുടങ്ങി. Daddy, ഡാഡി, why have you left us and gone? എന്തുകൊണ്ട് ഞങ്ങളെ വിട്ടേച്ച് പോയിരിക്കുന്നു? Because his training was only for 6 months. നിശ്ചയമായും അദ്ദേഹത്തിന്റെ പരിശീലനം 6 മാസക്കാലത്തേക്കായിരുന്നു. But those days we did not have mobile telephone. എന്നാൽ ആ കാലഘട്ടത്തിൽ നമുക്ക് മൊബൈൽ ടെലിഫോൺ ഇല്ല. We could not call Mumbai just like that in 1969. 1969 വളരെ പെട്ടെന്ന് മുംബൈയിലേക്ക് നമുക്ക് വിളിക്കാൻ കഴിയുമായിരുന്നില്ല. We had to only write letters which would take 7 days, 8 days. ഞങ്ങൾക്ക് കത്തെഴുതാൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. 7-8 ദിവസം എടുക്കും അത് അവൾ കത്തെത്തിച്ചേരാൻ. So when he left, അതുകൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു പോയപ്പോൾ we felt we have lost him forever. എന്നേക്കുമായി അദ്ദേഹം ഞങ്ങൾക്ക് നഷ്ടമായി പോയി എന്ന് ഞങ്ങൾക്ക് തോന്നി. Every day we will cry. ഓരോ ദിവസം ഞങ്ങൾ കരയും. How daddy has gone. ഞങ്ങളുടെ പിതാവ് പോയല്ലോ. When I would come home from school, സ്കൂളിൽ നിന്ന് ഞാൻ മടങ്ങി വരുമ്പോൾ the home would be empty. ഭവനം ശൂന്യമായി തോന്നും. I would ask my mother, ഞാൻ എന്റെ മാതാവിനോട് ചോദിക്കും, when will daddy come? എപ്പോൾ പിതാവ് മടങ്ങി വരും? I will cry. ഞാൻ കരയും. My mother will look at me and എന്റെ cry. മാതാവ് എന്നെ നോക്കി കരയും. 6 months we were in tears. 6 മാസക്കാലം ഞങ്ങൾ കണ്ണുനീരിൽ ആയിരുന്നു. And one day my daddy wrote, എന്നാൽ ഒരു ദിവസം എന്റെ പിതാവ് ഞങ്ങൾക്ക് എഴുതി, come to Mumbai. നിങ്ങൾ മുംബൈയിലേക്ക് വരുവീൻ. Take a train and come. ഒരു ട്രെയിൻ പിടിച്ച് നിങ്ങൾ വരുവീൻ. And he sent the money for the tickets. ആ ടിക്കറ്റിന് വേണ്ടിയുള്ള പണം അദ്ദേഹം We അയച്ചു were തന്നു. so happy. അത് വളരെ സന്തോഷമായി. We booked the ticket. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. Got into the train. ട്രെയിനുള്ളിൽ കയറി. It was more than 3 days of journey. ഏകദേശം 3 ദിവസത്തിലധികം യാത്ര ഉണ്ടായിരുന്നു. And we looked at the timetable. ഞങ്ങൾ ടൈം ടേബിൾ നോക്കി. And we saw there were 52 stations to go to Mumbai. മുംബൈയിലേക്ക് പോകാൻ 52 സ്റ്റേഷനുകളുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി. So when each station would come, അതുകൊണ്ട് ഓരോ സ്റ്റേഷനിലും ഞങ്ങൾ കടന്നു പോകുമ്പോൾ I would tick that. ഞങ്ങൾ അത് ടിക്ക് ചെയ്യും. I would say 51 stations more ഞാൻ പറയും 51 സ്റ്റേഷൻ മാത്രമേ ഇനിയുള്ളൂ to go and see daddy. പിതാവിനെ പോയി കാണാനായി. Then 50 stations more to go and see daddy. പിന്നെ 50 സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ പിതാവിനെ പോയി കാണാൻ. And the night would come. രാത്രി കടന്നു വരും. I would not sleep. ഞാൻ ഉറങ്ങുകയില്ല. Will the next station come? അടുത്ത സ്റ്റേഷൻ വരുമോ? But because of the tiredness, എന്നാൽ ക്ഷീണം ഉണ്ടാകുന്നത് കൊണ്ട് I'd go to sleep. ഞങ്ങൾ ഉറങ്ങിപ്പോകും. When the next station would come, when I wake up, ഞാൻ എഴുന്നേൽക്കുമ്പോൾ അടുത്ത സ്റ്റേഷൻ എത്തുമ്പോൾ I'd look at the timetable. ഞാൻ ടൈം ടേബിളിൽ നോക്കും. How many stations have we passed? എത്ര സ്റ്റേഷൻ ഞങ്ങൾ കടന്നു പോയിരിക്കുന്നു. Keep on counting. അങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കും. Oh, I'm going to see daddy. അയ്യോ, എന്റെ പിതാവിനെ കാണാൻ പോകുന്നു. I'm going to see ഞാൻ എന്റെ daddy. പിതാവിനെ കാണാൻ പോകുന്നു. Daddy is going to come back. ഡാഡി ഇതാ മടങ്ങി വരും. And the last station came. അവസാനത്തെ സ്റ്റേഷനിൽ എത്തിച്ചേർന്നപ്പോൾ Before Mumbai, there was another station. മുംബൈക്ക് മുമ്പായി മറ്റൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. And when that station was ആ coming, സ്റ്റേഷനിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ oh, we all got ready. ഞങ്ങൾ എല്ലാവരും തയ്യാറെടുത്തു. Soon we are going to see daddy. വേഗത്തിൽ ഞങ്ങൾ പിതാവിനെ കാണാൻ പോകുന്നു. And we were waiting. ഞങ്ങൾ കാത്തു നിന്നു. When that previous station, Pune, came, അതിനു മുൻപുള്ള പൂന സ്റ്റേഷൻ ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ I went and stood at the door. ഞാൻ പോയി വാതിൽക്കൽ നിന്നു. Because I was only 7 years old. കാരണം എനിക്ക് 7 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. And I was waiting. ഞാൻ കാത്തു നിൽക്കുന്നു. I thought the train will come soon to Mumbai and we will see daddy. വേഗത്തിൽ ആ സ്റ്റേഷനിൽ മുംബൈയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമെന്ന് വിചാരിച്ചുകൊണ്ട് പിതാവിനെ നോക്കി നിൽക്കുന്നു. Suddenly in the distance, വളരെ പെട്ടെന്ന് വിദൂരതയിൽ, in the big ആ crowd, വലിയ ആൾക്കൂട്ടത്തിനിടയിൽ I could see somebody like daddy. എനിക്ക് പിതാവിനെ പോലെ ആരെയോ കാണാൻ കഴിഞ്ഞു. And looked and looked. ഞാൻ നോക്കി നിന്നു. He was frantically moving here and there. അദ്ദേഹം അങ്ങും എങ്ങനെയോ വരാൻ ശ്രമിക്കുകയാണ്. And I told my mom, ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, Mommy, മമ്മി, daddy has come. പിതാവ് എത്തിച്ചേർന്നിരിക്കുന്നു. He has come even to the station before Mumbai. മുംബൈക്ക് മുമ്പ് തന്നെ അദ്ദേഹം സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. She said, no, daddy will come only in the next station. അമ്മ പറഞ്ഞു, ഇല്ലില്ല, പിതാവ് അടുത്ത സ്റ്റേഷനിൽ മാത്രമേ എത്തുവരികയുള്ളൂ. I jumped and ran into the എന്നാൽ ഞാൻ crowd. ചാടി ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടിപ്പോയി. My mother was shrieking, where are you running? എവിടേക്ക് നീ ഓടുന്നു എന്ന് എന്റെ മാതാവ് നിലവിളിച്ചുകൊണ്ടിരുന്നു. I didn't bother about my ഞാൻ mom. എന്റെ മാതാവിനെ ഒട്ടും പരിഗണിച്ചില്ല. I ran towards my ഞാൻ dad. എന്റെ പിതാവിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി. Pushed through the crowd. ആൾക്കൂട്ടത്തിനിടയിലൂടെ നീങ്ങിപ്പോയി. And I shouted, daddy. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു, പിതാവേ. And he turned. അദ്ദേഹം തിരിഞ്ഞു നോക്കി. And he saw me. അദ്ദേഹം എന്നെ കണ്ടു.
And he ran towards അദ്ദേഹം എന്റെ me. അടുക്കലേക്ക് ഓടി വന്നു. He hugged me. അദ്ദേഹം എന്നെ ആലിംഗനം ചെയ്തു. I got onto his ഞാൻ neck. അദ്ദേഹത്തിന്റെ കഴുത്തോളം കയറി പിടിച്ചു. And I kissed him again and വീണ്ടും again. വീണ്ടും ഞാൻ പിതാവിനെ ചുംബിച്ചു. My daddy has come എന്റെ back. ഡാഡി ഇതാ വന്നിരിക്കുന്നു. My daddy has എന്റെ come. പിതാവ് മടങ്ങി വന്നിരിക്കുന്നു. And my mother hugged him. എന്റെ മാതാവ് പിതാവിനെ My ആലിംഗനം ചെയ്തു. little sister got onto his എന്റെ neck. കൊച്ചു സഹോദരിയും പിതാവിന്റെ കഴുത്തിലേക്ക് പിടിച്ചു. All the three hugged him. ഞങ്ങൾ മൂന്നുപേരും പിതാവിനെ ആലിംഗനം We ചെയ്തു. were expecting him only in the next അടുത്ത station. സ്റ്റേഷനിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചത്. But he came early to the previous station itself to receive എന്നാൽ us. ഞങ്ങളെ സ്വീകരിക്കേണ്ടതിന് മുൻപുള്ള സ്റ്റേഷനിൽ തന്നെ അദ്ദേഹം കടന്നു വന്നിരിക്കുന്നു. What great എത്ര joy. വലിയ സന്തോഷം, What great എത്ര വലിയ joy. സന്തോഷം. Even ഈ tonight, രാത്രി തന്നെയും your heavenly Father will come to നിങ്ങളുടെ you. സ്വർഗ്ഗസ്ഥ പിതാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരും. Oh, you will hug അതേ, him. നിങ്ങൾ പിതാവിനെ ആലിംഗനം He ചെയ്യും. will hug പിതാവ് you. നിങ്ങളെയും ആലിംഗനം ചെയ്യും. He will kiss പിതാവ് നിങ്ങളെ you. ചുംബിക്കും. And he will be with you പിന്നെ പിതാവ് forever. നിങ്ങളുടെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. Today, my daddy is dead and ഇന്ന് gone. എന്റെ പിതാവ് മരിച്ച നിത്യതയിലേക്ക് പോയി. He passed away 10 years 10 before. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നിത്യതയിൽ പ്രവേശിച്ചു. Our fathers cannot be with us forever. എന്നേക്കും നമ്മുടെ പിതാക്കന്മാർ കൂടെ ഇരിക്കാൻ കഴിയുകയില്ലല്ലോ. But there is a heavenly Father എന്നാൽ ഒരു സ്വർഗ്ഗസ്ഥ പിതാവുണ്ട്. who says, I'll be with you always. ആ പിതാവ് പറയുന്നു, എപ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. I will never leave you. ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. I will never forsake ഞാൻ നിങ്ങളെ you. തള്ളിക്കളകയില്ല. I will never leave you. ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുവരികയില്ല. I will never leave you and go. ഞാൻ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകയില്ല. Come to me, my എന്റെ child. കുഞ്ഞെ എന്റെ അടുക്കിലേക്ക് വരിക. Come to me. എന്റെ അടുക്കൽ വരിക. Come to me. എന്റെ അടുക്കൽ വരിക. And I will give you rest. ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകും. Tonight the Lord ഈ says, രാത്രി കർത്താവ് പറയുന്നു, my children, എന്റെ കുഞ്ഞുങ്ങളെ come to me. എന്റെ അടുക്കൽ വരിക. Ask anything in my എന്റെ name, നാമത്തിൽ എന്തും അപേക്ഷിപ്പീൻ, and I will come home with you. ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ കൂടെ വരും. How many of you want Jesus to come home with you നിങ്ങളോട് tonight? ചേർന്ന് ഈ രാത്രിയിൽ യേശു നിങ്ങളുടെ ഭവനത്തിൽ വരാൻ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു? Would you raise your hands and show it to നിങ്ങളുടെ കരങ്ങൾ Jesus? ഉയർത്തി നിങ്ങൾ യേശുവിനെ കാണിച്ചു കൊടുക്കുമോ? Tell him, Lord, പറയുവിൻ, കർത്താവേ come into my എന്റെ heart. വീട്ടിൽ വരണമേ, Come into my എന്റെ heart. ഹൃദയത്തിൽ വരണമേ. He will come in right now. ഇപ്പോൾ യേശു നിങ്ങളുടെ ഉള്ളിൽ വരും. When Jesus comes home, യേശു വീട്ടിൽ വരുമ്പോൾ what will we do? നാം എന്തു ചെയ്യും? When he comes home, യേശു വീട്ടിൽ വരുമ്പോൾ the first thing we will tell him is all our faults. ഒന്നാമതായി നാം യേശുവിനോട് പറയുന്നത് നമ്മുടെ എല്ലാ കുറ്റങ്ങളും We will ഏറ്റുപറയും. tell him, Daddy, we did this wrong, forgive me. പിതാവേ, ഞങ്ങൾ ഈ തെറ്റ് ചെയ്തു, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ ആദ്യമായി പറയും. I let you down, Daddy, forgive me. പിതാവേ, ഞാൻ അങ്ങയെ കൈവിട്ട് കളഞ്ഞു, എന്നോട് ക്ഷമിക്കണമേ, Forgive me. എന്നോട് ക്ഷമിക്കണമേ. We ask forgiveness for our sins, isn't it? നമ്മുടെ പാപങ്ങൾക്കായി നാം പാപക്ഷമ ചോദിക്കും, That's അങ്ങനെയല്ലേ? what we will do when Jesus comes to our home. യേശു നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ അതാണ് നാം ചെയ്യാനിരിക്കുന്നത്. We will tell him, Lord, I have not been a good man. I have not been a good boy. നാം പറയും, കർത്താവേ, ഞാനൊരു നല്ല പുരുഷനല്ലായിരുന്നു, ഞാനൊരു ചെറിയ I ബാലകൻ have not been അല്ലായിരുന്നു. a good daughter, Lord. കർത്താവ്, ഞാൻ നല്ല ഒരു പെൺകുട്ടി അല്ലായിരുന്നു, എന്നോട് ക്ഷമിക്കണമേ, Forgive me. എന്നോട് ക്ഷമിക്കണമേ. That's what we will do when Jesus comes. അതാണ് യേശു ഉള്ളിൽ വരുമ്പോൾ നാം ചെയ്യുന്നത്. Tonight we are going to do that. ഈ രാത്രി നാം അത് ചെയ്യാൻ പോകുന്നു. There was a story about a little boy and a girl, brother and sister. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും സഹോദരനും സഹോദരിയുടെയും ഒരു കഥ One day that ഇങ്ങനെയുണ്ട്. little boy was hitting the chameleon with a stone with his catapult. ഒരു ദിവസം ആ ബാലൻ ഒരു ഓന്തിനെ തന്റെ കാറ്റബിൾറ്റ് കൊണ്ട് അവൻ എയ്യാൻ And he ശ്രമിക്കുകയാണ്. missed that. അവനത് കൈവിട്ടു പോയി. And the stone went and hit the hen of the neighbor. ആ കല്ല് പോയി അയൽക്കാരന്റെ കോഴിയുടെ മേൽ പതിച്ചു. And the hen died. ആ കോഴി ചത്തുപോയി. He looked here and there. അവൻ അവിടെയും ഇവിടെയും നോക്കി. He thought nobody saw him. ആരും അവനെ കണ്ടില്ല എന്ന് അവൻ വിചാരിച്ചു. And he went and hid that hen, അവൻ ആ buried കോഴി that hen. അവൻ വീട്ടിൽ പോയി ആ കോഴിയെ കുഴിച്ചിട്ടു. And he came. അവൻ മടങ്ങി വന്നു. His sister was looking at him. അവന്റെ സഹോദരി ഇതെല്ലാം And she said, Raju, അവൾ പറഞ്ഞു, രാജു, you killed that hen. നീ ആ കോഴിക്കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. And now your daddy and mommy are going to finish you off. ഇപ്പോൾ നിന്റെ പിതാവും മാതാവും നിന്നെ ഇപ്പോൾ ശരിയാക്കി കളയും. I will tell them. ഞാൻ അവരോട് പറയും. Raju said, please Rani, don't tell them. രാജു പറഞ്ഞു, റാണി, ദയവായി അവരോട് പറയരുതേ. I will do anything for you. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. Don't tell them. ദയവായി അവരോട് പറയല്ലേ. She said, if so, അവൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ now wash all the vessels which I have to wash. ഞാൻ കഴുകേണ്ട എല്ലാ പാത്രങ്ങളും നീ കഴുകി വൃത്തിയാക്കുക എന്ന് പറഞ്ഞു. He said, no, അവൻ പറഞ്ഞു, ഇല്ല, that's your job. അത് നിന്റെ ജോലിയാണ്.
But she said, I will tell daddy. എന്നാൽ അവൾ പറഞ്ഞു, ഞാൻ പിതാവിനോട് He പറയും, will give you nice beatings. അദ്ദേഹം നിനക്ക് നല്ല അടി തരും. With tears in his eyes, Raju was washing all the vessels. കണ്ണിൽ കണ്ണുനീരോടുകൂടെ രാജു എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി. And she said, now wash the clothes. അവൾ അപ്പോൾ പറഞ്ഞു, നീ ഇപ്പോൾ ഇനിയും ഈ വസ്ത്രങ്ങളെല്ലാം Before mommy comes back from the office, I had to wash it. Now you wash it. അമ്മ ഭവനത്തിലേക്ക് ഓഫീസിൽ മടങ്ങി വരുന്നതിന് മുമ്പ് ഞാൻ കഴുകേണ്ടതാണല്ലോ, ആ തുണിയൊക്കെ നീ Otherwise, കഴുകുക. I'll tell mommy. അല്ലെങ്കിൽ ഞാൻ അമ്മയോട് പറയും, She will beat you. അവൾ നിന്നെ തല്ലും. And with tears, he was washing. കണ്ണുനീരോടെ അവനതെല്ലാം കഴുകി. Every day, she made him do that. എല്ലാ ദിവസവും അവൾ അവനെ He ചെയ്യിപ്പിച്ചു. was so angry. വളരെയധികം കോപമുണ്ടായി. One day, he became angry with himself. ഒരു ദിവസം അവൻ തന്നോട് തന്നെ കോപിഷ്ഠനായി He തീർന്നു. said, why should I live in fear? അവൻ ചോദിച്ചു, എന്തുകൊണ്ട് ഞാൻ ഭയത്തിൽ Why ജീവിക്കണം? should I be treated like this by my sister? എന്തുകൊണ്ട് എന്റെ സഹോദരി എന്നെ ഇങ്ങനെ പരിഗണിക്കണം? Instead of hiding my sin, എന്റെ പാപത്തെ മറച്ചു വെക്കുന്നതിന് പകരം why not I go and ask forgiveness from my parents? എന്തുകൊണ്ട് ഞാൻ എന്റെ മാതാപിതാക്കളുടെ അടുക്കൽ പോയി പാപക്ഷമ When ചോദിക്കുന്നില്ല? daddy came home, ഭവനത്തിൽ പിതാവ് വന്നു. he ran to him അവൻ പിതാവിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി and said, Daddy, പറഞ്ഞു, പിതാവേ, forgive me. എന്നോട് ക്ഷമിക്കണമേ, Forgive me. എന്നോട് ക്ഷമിക്കണമേ. I have killed the hen of the neighbor. അയൽക്കാരന്റെ കോഴി ഞാൻ കൊന്നുകളഞ്ഞു. I am sorry. എനിക്ക് I സങ്കടമുണ്ട്. am sorry, Daddy. പിതാവ്, എനിക്ക് I സങ്കടമുണ്ട്. will never do it. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. Daddy embraced him ആ പിതാവ് അവനെ ആലിംഗനം and ചെയ്തു, kissed him അവനെ ചുംബിച്ചു. and said, Son, why didn't you tell me this that same day? അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ആ ദിവസം തന്നെ നീ ഇത് എന്നോട് പറഞ്ഞില്ല? I would have taken care of it. ഞാൻ അതൊക്കെയും ഏറ്റെടുക്കുമായിരുന്നല്ലോ. You could have lived a happy life with my love. നിനക്ക് എന്റെ സ്നേഹം കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുമായിരുന്നല്ലോ. And he wiped away the son's tears ആ മകന്റെ കണ്ണുനീരൊക്കെയും പിതാവ് തുടച്ചു നീക്കി. and paid the money to the neighbor. അയൽക്കാരന് അതിനാവശ്യമായ പണവും നൽകി. Rani did not know this. റാണി ഇത് മനസ്സിലാക്കിയില്ല. She again came and threatened Raju. അവള് അടുത്ത ദിവസവും വന്ന് അവനെ Go and ഭീഷണിപ്പെടുത്തി. wash the vessels. ആ പാത്രങ്ങളൊക്കെ പോയി കഴുക. Raju said, രാജു പറഞ്ഞു, I am free. ഞാനിപ്പോൾ സ്വതന്ത്രനാകുന്നു. I have been forgiven by daddy. എന്റെ പിതാവ് എനിക്ക് ക്ഷമ നൽകിയിരിക്കുന്നു. You cannot threaten me anymore. മേലാൽ നിനക്ക് എന്നെ ഭീഷണിപ്പെടുത്താൻ You കഴിയില്ല. cannot threaten me anymore. മേലാൽ നിനക്ക് എന്നെ ഭീഷണിപ്പെടുത്താൻ You കഴിയില്ല. cannot threaten me. നിനക്ക് എന്നെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. You cannot threaten me talking about my sins. എന്റെ പാപത്തിൽ നിനക്ക് എന്നെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. My sins are gone. എന്റെ പാപങ്ങൾ നീങ്ങിപ്പോയി. I am forgiven. ഞാൻ I ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. am forgiven. ഞാൻ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. My daddy loves me. എന്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. I am free. ഞാൻ സ്വതന്ത്രനാകുന്നു. Tonight you can be free, my brothers and sisters. എന്റെ സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം നിങ്ങൾക്ക് സ്വതന്ത്രരായി തീരുവാൻ കഴിയും. Oh, you don't need to be threatened by the devil. സാത്താൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ടതില്ല. You don't need to be threatened by the people of the world. ലോകത്തിലെ ജനങ്ങൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ടതില്ല. The Bible says in 1 John 1:9, 1 യോഹന്നാൻ 1:9 വേദപുസ്തകം He is പ്രസ്താവിക്കുന്നു, faithful to forgive our sins. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ യേശു വിശ്വസ്തൻ ആകുന്നു. And in 1 John 1:7, 1 യോഹന്നാൻ 1:7 പറഞ്ഞിരിക്കുന്നു, the Bible says, വേദപുസ്തകം പറയുന്നു, the blood of Jesus Christ cleanses us from all sins. യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളിൽ നിന്ന് നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. Tonight cry out to Jesus your Father, ഈ രാത്രിയിൽ യേശുവാകുന്ന പിതാവിനോട് നിങ്ങൾ ക്ഷമ ചോദിക്കുവിൻ. because He took all your sins upon Himself. കാരണം എന്തെന്നാൽ യേശു നിങ്ങളുടെ പാപങ്ങളെല്ലാം തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. The Bible says വേദപുസ്തകം പറയുന്നു, in Proverbs 20 and verse 30, സദൃശവാക്യങ്ങൾ 20-30 വാക്യത്തിൽ, blows and wounds cleanse away evil. തല്ലും അടിയും ദോഷത്തെ അടിച്ചു വാരി കളയുന്നു. Anybody who has committed sin has to be given blows. ആരെല്ലാം പാപം ചെയ്യുന്നുവോ അവരൊക്കെയും തല്ല് വാങ്ങേണ്ടത് ആവശ്യമാകുന്നു. And they has to be wounded according to the law. ആ നിയമം അനുസരിച്ച് അവർ അടി ഏൽക്കേണ്ടതായി ഉണ്ട്. Then only their wickedness, their evil will leave them. അങ്ങനെങ്കിൽ മാത്രമേ അവരുടെ ദുഷ്ടത, അവരുടെ തിന്മ അവരെ വിട്ടുമാറി പോകുകയുള്ളൂ. Beatings purge the innermost being. തല്ല് എന്നത് ആന്തരികമായ അവസ്ഥയ്ക്ക് വിശുദ്ധീകരണം വരുത്തുന്നു. Many years ago, അനേകം വർഷങ്ങൾക്ക് മുൻപ് in Singapore, സിംഗപ്പൂരിൽ an American citizen committed a crime അമേരിക്കയിലെ ഒരു പൗരൻ അവിടെ ഒരു കുറ്റകൃത്യം ചെയ്തു. and he was jailed. അവൻ കാരാഗൃഹത്തിൽ The അടയ്ക്കപ്പെട്ടു. judge gave him a sentence to have 7 cane beatings in the public. ന്യായപാലകൻ ഇങ്ങനെ ഒരു വിധി കൽപ്പിച്ചു, 7 പ്രാവശ്യം അവൻ വടികൊണ്ട് അടി ഏൽക്കണം. Because this young man was an American citizen. കാരണം എന്തെന്നാൽ യൗവനക്കാരായ മനുഷ്യൻ അവൻ അമേരിക്കൻ പൗരൻ The ആയിരുന്നു. American nation, the government of America pleaded for him to Singapore. അമേരിക്കൻ രാജ്യം സിംഗപ്പൂർ രാജ്യത്തോട് അവർ കേണപേക്ഷിച്ച് നോക്കി.
But Singapore law said a law is a law. എന്നാൽ സിംഗപ്പൂർ അധികാരികൾ പറഞ്ഞു, നിയമം നിയമം തന്നെ. He has to be caned. അവൻ തല്ല് ഏറ്റുവാങ്ങണം. He has to be beaten with a stick. അവൻ വടികൊണ്ട് അടി വാങ്ങണം. Because that's the judgment. കാരണം എന്ത്? അതാണ് ന്യായവിധി. Before the eyes of everybody. എല്ലാ ആളുകളും മുൻപിൽ അത് ചെയ്യണം. He was beaten 7 times. 7 പ്രാവശ്യം അവൻ അടി ഏറ്റു. He had to go through the sentence. ആ ഉത്തരവിലൂടെ അവന് കടന്നു പോകേണ്ടതായി വന്നു. Anybody who commits wrong will have to be beaten, will have to be purged according to the law. നിയമം അനുസരിച്ച് ആര് തന്നെ തെറ്റ് ചെയ്താലും ആര് കുറ്റം ചെയ്താലും അവർ അടിയേറ്റ് ശുദ്ധീകരണം പ്രാപിക്കണം. Only then their evil will be forgiven. അങ്ങനെയെങ്കിൽ മാത്രമേ അവരുടെ ദോഷം ദുഷ്ടത അവർ മറക്കുകയുള്ളൂ. God said, എന്നാൽ ദൈവം പറയുന്നു, if my children are beaten, they will die. എന്റെ മക്കൾ അടിയേറ്റാൽ അവർ മരിച്ചു പോകും. So let me go into this world. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിലേക്ക് പോകട്ടെ. And so God came down into the world in the form of a man called Jesus. അതുകൊണ്ട് ദൈവമോ ഒരു മനുഷ്യരൂപത്തിൽ യേശു എന്ന പേരിൽ ഭൂമിയിലേക്ക് ജാതനായി തീർന്നു. His blood was pure. യേശുവിന്റെ രക്തം ശുദ്ധമായിരുന്നു. God's blood. ദൈവത്തിന്റെ രക്തം. And he went to the cross to be a sacrifice for every one of our sins. നമ്മുടെ എല്ലാവരുടെയും പാപപരിഹാരമായി യേശു ക്രൂശിൽ യാഗബലിയായി തീർന്നു. He said, for the sin of every man, every woman in this world, let me be beaten. ഈ ലോകത്തിലുള്ള എല്ലാ സ്ത്രീക്കും എല്ലാ പുരുഷന്റെയും പാപപരിഹാരമായി ഞാൻ തല്ല് ഏൽക്കട്ടെ എന്ന് യേശു പറഞ്ഞു. The Roman soldiers whipped him. റോമാ പടയാളികൾ യേശുവിനെ അടിച്ചു. His back was bruised. യേശുവിന്റെ പിൻഭാഗമൊക്കെയും രക്തവംഗമായി. Blows. അടികളേറ്റു. Purgings. അവിടെ ശുദ്ധീകരണം ഉണ്ടായി. Beatings. തല്ല് ഏൽക്കേണ്ടി വന്നു. For every one of our sins. നമ്മുടെ എല്ലാവരുടെയും പാപപരിഹാരമായി. Jesus endured it. യേശു അതൊക്കെയും സഹിച്ചു. Jesus endured it. യേശു അതൊക്കെയും സഹിച്ചു. They tore his back. യേശുവിന്റെ മുതുകിനെ അവർ പിച്ചു For ചീന്തി. every one of our sins. നമ്മുടെ എല്ലാവരുടെയും പാപപരിഹാരമായി. For us to be free from that punishment. ആ ശിക്ഷയിൽ നിന്ന് നാം വിമോചിതരാകേണ്ടതിനായി Jesus bore our sins. യേശു നമ്മുടെ പാപങ്ങൾ വഹിച്ചു. Our Father suffered for us. നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു. He said, don't beat my son, don't beat my daughter. എന്റെ മകനെ തല്ലരുതേ, എന്റെ മകളെ അടിക്കരുതേ എന്ന് ദൈവം പറയാൻ തുടങ്ങി. Let me be beaten. ഞാൻ തന്നെ തല്ല് ഏൽക്കട്ടെ. Jesus has borne your sins. യേശു നിങ്ങളുടെ പാപങ്ങൾ വഹിച്ചിരിക്കുന്നു. Carry the curses that you receive because of your sins. നിങ്ങളുടെ പാപം മുഖാന്തരമായി നിങ്ങൾ കേൾക്കേണ്ട ശാപമൊക്കെ യേശു കർത്താവ് ശരീരത്തിൽ ഏറ്റെടുത്തു. And the blood of Jesus Christ cleanses us from all sin. യേശുവിന്റെ രക്തം സകല പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നു, ശുദ്ധീകരിക്കുന്നു. Tonight open your heart ഈ രാത്രി നിങ്ങളുടെ ഹൃദയം തുറക്കുവീൻ. and cry to this loving Father. ഈ സ്നേഹമുള്ള പിതാവിനോട് കരഞ്ഞപേക്ഷിപ്പീൻ. Tell him, Father, I have committed sin. പറയുവിൻ, പിതാവേ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. I have been an alcoholic. ഞാനൊരു മദ്യപാനിയായിപ്പോയി. I have been selfish. ഞാൻ സ്വാർത്ഥനായിപ്പോയി. I have been immoral. ഞാൻ അധാർമികനായി ജീവിച്ചു. I have been a person taking bribes. ഞാൻ കോഴ വാങ്ങുന്ന വ്യക്തിയായി തീർന്നു. I have destroyed the life of someone. ഞാൻ ആരുടെയോ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞു. Forgive me. എന്നോട് ക്ഷമിക്കണമേ. Forgive me. എന്നോട് ക്ഷമിക്കണമേ. I don't want to be beaten. ഞാൻ തല്ല് കേൾക്കുവാൻ I എനിക്ക് want to താല്പര്യമില്ല. turn from my wicked ways. എന്റെ ദുഷ്ടതയിൽ നിന്ന് എനിക്ക് മടങ്ങി വരണം. Make me your child. എന്നെ അങ്ങയുടെ പൈതലാക്കണമേ. Cleanse me with your blood. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. Remove the nature of sin. പാപത്തിന്റെ സ്വഭാവത്തെ മാറ്റണമേ. Now he will transform. ഇപ്പോൾ യേശു നിങ്ങൾക്ക് രൂപാന്തരം തരും. Jesus is here. യേശു ഇവിടെയുണ്ട്. He will transform you right now. ഇപ്പോൾ തന്നെ യേശു നിങ്ങൾക്ക് രൂപാന്തരം തരും. He will transform you. The Bible talks about the various sins that come to us. നമ്മിലേക്ക് കടന്നു വരുന്ന വിവിധ പാപങ്ങളെക്കുറിച്ച് വേദപുസ്തകം പ്രസ്താവിക്കുന്നു. Galatians 5:19 to 21 ഗലാത്യർ 5:19 മുതൽ 21 വരെ lists the many sins that come. നമുക്ക് വരുന്ന അനേകം പാപങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Sexual immorality, ജഡത്തിന്റെ പ്രവൃത്തികൾ, impurity, അശുദ്ധി, debauchery, ദുഷ്കാമം, envy, അസൂയ, drunkenness. മദ്യപാനം. The list is many. അങ്ങനെ ഒരു വലിയ പട്ടിക. And also James 4:17 മാത്രമല്ല യാക്കോബ് 4:17 and Genesis 4:7. ഉൽപ്പത്തി 4:7 These verses say, ഈ വാക്യങ്ങൾ പറയുന്നു, when we have the power to do good and we don't do good to the people, we are committing sin. നന്മ ചെയ്യാനുള്ള ശക്തി നമുക്കുള്ളപ്പോൾ നാം നന്മ ചെയ്യാതിരിക്കുന്നുവെങ്കിൽ നാം പാപം ചെയ്യുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. When you have the money in your hands saved up and you're not able to help others because your heart is so treacherous,
it is sin. നിങ്ങളുടെ പക്കൽ പണമുണ്ട്, നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും, പക്ഷേ നിങ്ങൾ ആ പണം മറ്റുള്ളവർക്ക് സഹായിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വളരെ ക്രൂരന്മാരാകുന്നു, ഭോഷന്മാരാകുന്നു. 1 Timothy 5:8 says, 1 തിമോഥെയോസ് 5:8 if you പറയുന്നു, don't take care of others, നിങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ല എങ്കിൽ, especially your relatives, വിശേഷാൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, you are worse than an infidel, നിങ്ങൾ അധമ പാപി എന്ന് and പറഞ്ഞിരിക്കുന്നു. you have denied the faith. നിങ്ങൾ വിശ്വാസം ത്യജിച്ചിരിക്കുന്നു. Tonight, if we have not cared for our own family members, ഈ രാത്രിയിൽ നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളെ നാം പരിഗണിക്കുന്നില്ല എങ്കിൽ, if you as a husband has not cared for your wife and loved your wife, നിങ്ങളൊരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യാതിരിക്കുന്നുവെങ്കിൽ, if you as a wife has not respected your husband, നിങ്ങൾ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ മാനിച്ചില്ല എങ്കിൽ, if you as children have not respected your parents, നിങ്ങൾ മക്കൾ എന്നുള്ള നിലയ്ക്ക് മാതാപിതാക്കളെ നിങ്ങൾ മാനിക്കുന്നില്ല you എങ്കിൽ, as parents have not loved your children, നിങ്ങൾ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, repent before God. ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കുകയും Repent before God for the sins. പാപത്തെ ചൊല്ലി ദൈവത്തോട് പാപക്ഷമ ചോദിപ്പീൻ. Before the beatings come, let's repent. അടി നമ്മൾ ഏൽക്കുന്നതിന് മുമ്പ് നമുക്ക് പശ്ചാത്തപിക്കാം. And again the Bible says വീണ്ടും വേദപുസ്തകം പറയുന്നു, in 1 Samuel 12:23, 1 ശമൂവേൽ 12:23 if we don't pray for others, we are committing sin. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ നാം പാപം ചെയ്യുന്നു. Yes, let us come out of that sin and start praying for other people. അതെ, ആ പാപത്തിൽ നമുക്ക് പുറത്തു വന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ആരംഭിക്കാം. We have many such sins. നമുക്ക് അത്തരത്തിൽ ധാരാളം പാപങ്ങൾ ഉണ്ട്. Romans 6:23 says, എന്നാൽ റോമർ 6:23 പറയുന്നു, wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. But thank God, എന്നാൽ ദൈവത്തിന് സ്തോത്രം, thank God, ദൈവത്തിന് സ്തോത്രം, Jesus Christ has paid the price. യേശു ക്രിസ്തു അതിന് വില നൽകിയിരിക്കുന്നു. Because of his sacrifice, യേശുവിന്റെ യാഗബലി we മുഖാന്തരമായി shall receive life. നമുക്ക് ജീവൻ പ്രാപിക്കുന്നു. Tonight, ഈ രാത്രിയിൽ Jesus is ready to give you life. ജീവൻ നൽകുവാൻ യേശു ഒരുങ്ങിയിരിക്കുന്നു. You can be free of sin. നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ As that കഴിയും. little boy Raju ran to his daddy and confessed his sins. ആ ചെറിയ ബാലൻ രാജു തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോയി പാപം ഏറ്റു പറഞ്ഞതുപോലെ, Let us run to Jesus wherever you are here and tell him all the sins that you have committed. നിങ്ങൾ എവിടെയായിരുന്നാലും ശരി തന്നെ, നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ പാപങ്ങളും ഓടി വന്ന് യേശുവിന്റെ അടുക്കൽ പറഞ്ഞ് പാപക്ഷമ യാചിക്കാം. Ask Jesus to forgive you. യേശു നിങ്ങളെ ക്ഷമിക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. He will. Tonight he will. ഈ രാത്രിയിൽ യേശു അത് ചെയ്യും. He'll wash your sins with his blood. തന്റെ രക്തത്താൽ യേശു നിങ്ങളുടെ പാപങ്ങളെ കഴുകും. He'll make you a new creature. യേശു നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി തീർക്കും. New son. പുതിയ മകൻ, New daughter. പുതിയ മകൾ. Then whatever you ask in the name of Jesus, he will do it for you. പിന്നെ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്ത് തന്നെ അപേക്ഷിച്ചാലും യേശു നിങ്ങൾക്കായി അത് ചെയ്തു തരും. The Lord loves us. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. And finally, അവസാനമായി, when he comes home, യേശു വീട്ടിൽ വരുമ്പോൾ he will heal all our sicknesses. യേശു നമ്മുടെ രോഗങ്ങൾ എല്ലാം സൗഖ്യമാക്കുന്നു. The Bible says വേദപുസ്തകം പറയുന്നു, in Matthew 8:17, മത്തായി 8:17, Jesus took all our weaknesses യേശു നമ്മുടെ ബലഹീനതകളെല്ലാം and ഏറ്റെടുത്തു. he carried all our sicknesses. നമ്മുടെ രോഗങ്ങളെല്ലാം യേശു ചുമന്നു. And he says in Exodus 23:25, പുറപ്പാട് 22:25 ദൈവം പറയുന്നു, I will bless your bread and water. ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. I will take sickness away from you. നിന്നിൽ നിന്ന് നിന്റെ രോഗത്തൊക്കെയും ഞാൻ എടുത്തു മാറ്റും. In Matthew 9:2-6, മത്തായി 9:2 മുതൽ 6 വരെ, there was a man who was paralyzed. അവിടെ പക്ഷപാതം പിടിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. He was carried to Jesus. അവനെ യേശുവിന്റെ അടുക്കലേക്ക് ചുമന്നു കൊണ്ടുപോയി. He could not walk. അവൻ നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. Maybe his hands were not working. അവന്റെ കൈകൾ ശരിയായി പ്രവർത്തിച്ചിരുന്നില്ല. Maybe he could not talk. അവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. Jesus was moved with compassion. യേശു മനസ്സലിവുള്ളവനായി തീർന്നു. He said, Son, യേശു പറഞ്ഞു, മകനേ, your sins are forgiven. നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. Your sins are forgiven. നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. And then he said, പിന്നെ യേശു പറഞ്ഞു, get up, എഴുന്നേൽക്കാം, take your bed, നിന്റെ കിടക്ക എടുക്കാം, go നീ home, ഭവനത്തിൽ പോകാം, go home, നീ വീട്ടിൽ പോകാം, go home, നീ വീട്ടിൽ പോകാം, go and live in your family, നീ പോയി നിന്റെ ഭവനത്തിൽ വസിക്കാം, totally free of sickness. സമ്പൂർണ്ണമായി രോഗത്തിൽ നിന്ന് വിമുക്തനായി. And the man was healed.
ആ മനുഷ്യൻ സൗഖ്യമായി. The same Jesus is here tonight. അതേ യേശു ഇന്നിവിടെയുണ്ട്. He will heal you also. യേശു നിങ്ങളെയും He സൗഖ്യമാക്കും. will heal you also. യേശു നിങ്ങളെയും സൗഖ്യമാക്കും. His power is right now here to heal. നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിന്റെ ശക്തി ഇവിടെയുണ്ട്. Because Jesus took all your കാരണം weakness, യേശു നിങ്ങളുടെ ബലഹീനതകളെല്ലാം ഏറ്റെടുത്തു. all your sickness നിങ്ങളെല്ലാ രോഗങ്ങളും on the cross and was wounded for it. ക്രൂശിൽ അതെല്ലാം ഏറ്റെടുത്ത യേശു നിങ്ങൾക്ക് വേണ്ടി The മുറിവേറ്റു. Bible says in Isaiah 53 and verse 5, യെശയ്യാവ് 53:5 വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, by his stripes we are healed. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം Tonight വന്നിരിക്കുന്നു. Jesus will heal you. ഈ രാത്രി യേശു നിങ്ങളെ സൗഖ്യമാക്കും. As you open your heart to him, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ യേശുവിനായി തുറക്കുമ്പോൾ he will gladly heal you. യേശു നിശ്ചയമായും നിങ്ങൾക്ക് സൗഖ്യം He തരും. will gladly heal you. യേശു സന്തോഷത്തോടുകൂടി നിങ്ങളെ Let സൗഖ്യമാക്കും. not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. In the year 1985, 1985 my father's kidneys failed. എന്റെ പിതാവിന്റെ വൃക്ക Both പ്രവർത്തനരഹിതമായി. the kidneys stopped working. 2 വൃക്കകളും പ്രവർത്തിക്കാതെയായി. The creatinine went very high. ക്രിയാറ്റിൻ വളരെ ഉയർന്നു പോയി. The doctor said we have to do dialysis. ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യണം. 3 days a week he had to go through dialysis. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. And death was stark looking at him. മരണം അദ്ദേഹത്തെ നോക്കിക്കൊണ്ടേ നിന്നു. And those days there were no transplants. ആ കാലഘട്ടങ്ങളിൽ ട്രാൻസ്പ്ലാന്റ് ഇല്ലായിരുന്നു. The doctor said you will get infected. ഡോക്ടർ പറഞ്ഞു നിനക്ക് ഈ രോഗബാധ You ഏൽക്കും, may die. നീ മരിച്ചു പോകും. The levels are becoming worse and worse. അതിന്റെ ലെവലുകൾ വളരെ ഉയർന്നുകൊണ്ടേയിരുന്നു. We cried, why Lord? ഞങ്ങൾ കരഞ്ഞു, കർത്താവ് Why എന്തുകൊണ്ട്, Lord? എന്തുകൊണ്ട് കർത്താവേ? My father was only 50 years old. എന്റെ പിതാവിന് 50 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. And we were looking into the future. It was all dark at that time. ഞങ്ങൾ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആ കാലത്ത് അതൊക്കെയും വളരെ അന്ധകാരമായിരുന്നു. 6 months we were in tears. 6 മാസക്കാലം ഞങ്ങൾ കണ്ണുനീരിലായി. And the birthday of my father came. എന്റെ പിതാവിന്റെ പിറന്നാൾ ദിവസം വന്നു. On the 1st of July. ജൂലൈ 1-ാം തീയതി. My father was so weak. എന്റെ പിതാവ് വളരെ I ബലഹീനനായിരുന്നു. was kneeling by his side. ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്ത് മുട്ടിന്മേൽ My നിൽക്കുന്നു. mother was kneeling on the other side. മറുഭാഗത്തിന്റെ മാതാവ് മുട്ടിന്മേൽ നിൽക്കുന്നു. And we cried. ഞങ്ങൾ കരഞ്ഞു. On this birthday of my father, എന്റെ പിതാവിന്റെ ഈ പിറന്നാൾ ദിവസത്തിൽ Lord have mercy. കർത്താവ് ഞങ്ങളുടെ മനസ്സലിയണമേ. I want my daddy. എനിക്ക് എന്റെ പിതാവിനെ വേണം. I want my daddy. എനിക്ക് എന്റെ പിതാവിനെ വേണം. I don't want daddy to die. എന്റെ പിതാവ് മരിച്ചു പോകരുതേ. We cried and cried. ഞങ്ങൾ കരഞ്ഞു കരഞ്ഞ് അപേക്ഷിച്ചു. Thank God for the Holy Spirit. പരിശുദ്ധാത്മാവിനായ ദൈവത്തിന് സ്തോത്രം. The Lord is living with us. നമ്മോട് കർത്താവ് വസിക്കുന്നു. In the midst of your sickness, നിങ്ങളുടെ രോഗത്തിന് മധ്യേ God has not forgotten you. ദൈവം നിങ്ങളെ മറന്നു കളഞ്ഞിട്ടില്ല. Many times God allows us to go through sickness and other problems for a reason. അനേക സന്ദർഭങ്ങളിൽ രോഗത്തിലൂടെയും മറ്റു കാരണത്തിലൂടെയും ദൈവം നമ്മെ കടത്തിവിടുന്നു. അതിനെന്തെങ്കിലും ഉദ്ദേശമുണ്ട്. It is then we cry more to Jesus. അന്നേരങ്ങളിൽ നാം യേശുവിനോട് അധികമായി കരയുവാൻ തുടങ്ങും. Or it is then we set right our way. അല്ലെങ്കിൽ നമ്മുടെ വഴികളൊക്കെ നാം നേരെയാക്കും. Or sometimes if God wants to use us as servants of God, He makes us go through that agony to understand the others, the agony of the other people. അല്ലെങ്കിൽ ശുശ്രൂഷകരായ കർത്താവ് നമ്മെ തിളക്കേണ്ടതിന് വേണ്ടി മറ്റുള്ളവരുടെ വേദന നാം മനസ്സിലാക്കി ശുശ്രൂഷിക്കാൻ തക്കവണ്ണം മറ്റുള്ളവരുടെ വേദന സഹിക്കുവാൻ നമുക്ക് ഇടയാക്കി തരും. Then only when the sick people come to us, when the poor people come to us, we will understand their agony because we have been there already. അങ്ങനെയെങ്കിൽ മാത്രമേ നാം അതിലൂടെ കടന്നുപോയാൽ മാത്രമേ നമ്മുടെ അടുക്കലേക്ക് രോഗികൾ വരുമ്പോൾ, ദരിദ്രർ വരുമ്പോൾ അവരുമായി നമുക്ക് താതാമ്യപ്പെടാൻ കഴിയുകയുള്ളൂ. So when you go through sickness, അതുകൊണ്ട് നിങ്ങൾ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, when you go through agony, നിങ്ങൾ വേദനയോടെ കടന്നു പോകുമ്പോൾ, when you go through loneliness, നിങ്ങൾ ഏകാന്തതയിലൂടെ കടന്നു when പോകുമ്പോൾ, you go through financial tribulation, നിങ്ങൾ സാമ്പത്തിക കടബാധ്യതയിലൂടെ കടന്നു പോകുമ്പോൾ, when you go through the betrayal of the people, ആളുകൾ നിങ്ങളെ തള്ളിപ്പറയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, don't say God has forgotten me. ദൈവം എന്നെ മറന്നു കളഞ്ഞെന്ന് ഒരിക്കലും പറയരുതേ. Don't say God doesn't care. ദൈവം എനിക്ക് വേണ്ടി കരുതുന്നില്ല എന്ന് പറയരുതേ. He is still with you. ദൈവം അപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. He is still with you ദൈവം അപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. as your Father. ദൈവം നിങ്ങളുടെ പിതാവാകുന്നു. He will heal you. ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. Keep on crying to Him. ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരിപ്പീൻ. When the purpose for your suffering is completed, നിങ്ങളുടെ കഷ്ടതയുടെ ഉദ്ദേശം അത് പൂർണ്ണമാകുമ്പോൾ, when God turns you into gold, ദൈവം നിങ്ങളെ സ്വർണ്ണമാക്കി തീർക്കുമ്പോൾ, when God turns your soul into gold and connects you with Him, ദൈവം നിങ്ങളുടെ ആത്മാവിനെ പൊന്നാക്കി തീർത്ത് ദൈവത്തിന്റെ ആത്മാവോട് കൂട്ടിയിണക്കുമ്പോൾ, then He will raise you up. അപ്പോൾ ദൈവം നിങ്ങളെ ഉണർത്തും. Tonight He will raise you up. ഈ ദിവസം ദൈവം നിങ്ങളെ ഉയർത്തും. Tonight He will heal you. ഈ ദിവസം ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. Because Jesus has borne all our sicknesses in His body. കാരണം എന്തെന്നാൽ യേശു കർത്താവ് നമ്മുടെ രോഗമെല്ലാം തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു. Now you can cry. ഇപ്പോൾ നിങ്ങൾക്ക് കരയാം. As Jesus appeared,
യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ, as we cry to Jesus, നാം യേശുവിനോട് കരയുമ്പോൾ, Jesus appeared. യേശു പ്രത്യക്ഷപ്പെടും. And on his birthday, അദ്ദേഹത്തിന്റെ പിറന്നാൾ the Lord ദിവസം said, surely I will raise you up, Dinakaran. നിശ്ചയമായും ദിനകരൻ ഞാൻ നിന്നെ ഉയർത്തുമെന്ന് യേശു കർത്താവ് പ്രസ്താവിച്ചു. Now you will build my university. ഇപ്പോൾ നീ എന്റെ യൂണിവേഴ്സിറ്റി കെട്ടിപ്പണിയും. Millions of children will be blessed. ദശലക്ഷക്കണക്കിന് കുട്ടികൾ അവിടെ അനുഗ്രഹിക്കപ്പെടും. Now my healing power will flow through you. ഇപ്പോൾ എന്റെ രോഗശാന്തി ശക്തി നിന്നിലൂടെ പ്രവഹിക്കും. When you pray with compassion, മനസ്സിലൂടെ നീ പ്രാർത്ഥിക്കുമ്പോൾ, crying for the people, ജനങ്ങൾക്ക് വേണ്ടി I കരയുമ്പോൾ, will do miracles. ഞാൻ അത്ഭുതങ്ങൾ ചെയ്യും. God has done it. ദൈവം അത് ചെയ്തിരിക്കുന്നു. Not only my father, എന്റെ പിതാവ് മാത്രമല്ല, God blessed me, ദൈവം എന്നെയും അനുഗ്രഹിച്ചു. my wife, എന്റെ ഭാര്യയെ, my mother, എന്റെ മാതാവിനെ, and our children also. ഞങ്ങളുടെ മക്കളെയും God അനുഗ്രഹിച്ചു. healed my daddy, ദൈവം എന്റെ പിതാവിനെ സൗഖ്യമാക്കി. raised us as a family to serve Him. കുടുംബസമേതം കർത്താവിനെ സേവിക്കുവാൻ ഞങ്ങളെ ഉയർത്തി. God will heal you also. ദൈവം നിങ്ങളെയും സൗഖ്യമാക്കും. Jesus is your father. യേശു നിങ്ങളുടെ പിതാവ് ആകുന്നു. Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Look up to Jesus right now. ഇപ്പോൾ തന്നെ യേശുവിലേക്ക് നോക്കാമോ? His mighty power is here. യേശുവിന്റെ വല്ലഭത്വമുള്ള ശക്തി ഇവിടെയുണ്ട്. Mighty power to heal is here. നിങ്ങളെ സൗഖ്യമാക്കാനുള്ള സർവ്വശക്തി ഇവിടെയുണ്ട്. Mighty power to deliver us from all the darkness of sin is here. പാപത്തിന്റെ എല്ലാ അന്ധകാര ശക്തികളും വിടുവിക്കുവാനുള്ള സർവ്വശക്തി, ദൈവത്തിന്റെ ശക്തി ഇവിടെയുണ്ട്. Shall we turn to Jesus? നമുക്ക് യേശുവിലേക്ക് തിരിയാമോ? Shall we all stand to our feet? നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Jesus is walking amongst us. യേശു നമ്മുടെ മധ്യേ നടക്കുന്നു. His power is coming upon us. യേശുവിന്റെ ശക്തി നമ്മുടെ മേൽ വരുന്നു. The Holy Spirit is coming right now. പരിശുദ്ധാത്മ ഇപ്പോൾ തന്നെ വന്നിറങ്ങുന്നു. I see the name of a person called Bridju. ബ്രിജു എന്ന പേരിൽ ഒരു വ്യക്തിയുടെ പേര് ഞാൻ കാണുന്നു. Bridju. ബ്രിജു, God's power is coming upon your tumor that is in your head. നിന്റെ തലയിലുള്ള ആ മുഴയിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. You are crying, why Lord? എന്തുകൊണ്ട് കർത്താവേ നീ കരയുന്നു? I have helped so many people. ഞാൻ അനേകം ആളുകളെ സഹായിച്ചിരിക്കുന്നു. Yes, you have been hungry and you have discarded food for the sake of helping other people many times. അനേകം സന്ദർഭങ്ങളിൽ വിശപ്പ് പോലും നോക്കാതെ അനേകം ആളുകളെ സഹായിക്കാൻ നീ ഒരുമ്പിട്ടിരിക്കുന്നു. But you are crying, why Lord? എന്നാൽ എന്തുകൊണ്ട് കർത്താവേ എന്ന് ഇപ്പോൾ കരയുന്നു? Jesus is moved with compassion. യേശു മനസ്സിലുള്ളവനായി നിന്റെ He's സമീപത്തുണ്ട്. healing you right now. ഇപ്പോൾ യേശു നിന്നെ സൗഖ്യമാക്കുന്നു. God will also make you to be a lawyer to intercede for other people. മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ തക്കവണ്ണം ദൈവം നിന്നെ ഒരു വക്കീലാക്കി തീർക്കാൻ പോകുന്നു. The hand of God is coming to lift you up and heal you. ദൈവത്തിന്റെ കരം നിന്നെ ഉയർത്തി നിന്നെ സൗഖ്യമാക്കുവാൻ ഇതാ വരുന്നു. The glory of God is coming. ദൈവത്തിന്റെ മഹത്വം ഇതാ വന്നിറങ്ങുന്നു. Gloria. ഗ്ലോറിയ, God touched you right now. ഇപ്പോൾ തന്നെ ദൈവം നിന്നെ തൊട്ടിരിക്കുന്നു. You have terrible problem in your stomach. നിന്റെ വയറിലുള്ള കടുത്ത രോഗം, God heals your digestive system. നിന്റെ ദഹന ശേഷിയൊക്കെയും കർത്താവ് മടക്കി You are തരുന്നു. also a prayer warrior. നീ ഒരു പ്രാർത്ഥനാ പടയാളിയാകുന്നു. God is healing you. ദൈവം നിന്നെ സൗഖ്യമാക്കുന്നു. You will pray and bring God's blessings on millions of people. നീ പ്രാർത്ഥിച്ച ദശലക്ഷക്കണക്കിന് ആളുകളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടെത്തിക്കും. Glorify Jesus. ഈ രാത്രിയിൽ Tonight, കരയുവീൻ, cry out. കരയുവീൻ. Cry out. യേശു Jesus ഇവിടെയുണ്ട്. is here. യേശു നിങ്ങളുടെ സമീപത്തുണ്ട്. നിങ്ങളുടെ ഹൃദയം തുറക്കുവീൻ. യേശുവിനോട് പറയുവീൻ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. Now the Lord is cleansing ഇപ്പോൾ everyone's എല്ലാ soul. ആളുകളുടെയും ആത്മാക്കളെ കർത്താവ് ശുദ്ധീകരിക്കുന്നു. He's cleansing എല്ലാവരുടെയും everyone's ആത്മാക്കളെ soul. കർത്താവ് ശുദ്ധീകരിക്കുന്നു. Mighty cleansing is ഇപ്പോൾ happening തന്നെ വൻ right now. ശുദ്ധീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. Throw away നിങ്ങളുടെ your ദുശ്ശീലങ്ങൾ bad എറിഞ്ഞു habits, കളയുവീൻ. നിങ്ങളുടെ your സിഗരറ്റുകൾ, cigarettes, നിങ്ങളുടെ your മദ്യപാനം, alcohol, നിങ്ങളുടെ your മയക്കുമരുന്നുകൾ, drugs, and the wrong things that you have been surfing in your net. നിങ്ങൾ ഓൺലൈനിൽ വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ മാറ്റിക്കളയുവീൻ. Turn away from your wickedness. നിങ്ങളുടെ ദുഷ്ടതയിൽ നിങ്ങൾ മാറി വരുവീൻ. Turn away from your sinful thoughts. നിങ്ങളുടെ പാപചിന്തകളിൽ നിന്ന് മാറി വരുവീൻ. Turn away from your anger against those in the family. കുടുംബത്തിലുള്ള ആളുകളോടുള്ള കോപമൊക്കെ നിങ്ങൾ എടുത്തു മാറ്റുവീൻ. Turn away from your anger against other people. മറ്റ് ആളുകളോട് നിങ്ങൾ കാണിക്കുന്ന കോപമൊക്കെ മാറ്റിക്കളയുവീൻ. Turn to Jesus. യേശുവിലേക്ക് തിരിയുവീൻ. Turn away from the wrong things you have done relating to money. പണസംബന്ധമായി നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ തെറ്റായ കാര്യങ്ങളും നിങ്ങൾ മടങ്ങി വരുവീൻ.
whatever it is. അതെന്ത് തന്നെ ആയാലും Now Jesus will clean us up. ഇപ്പോൾ യേശു നമ്മെ ശുദ്ധീകരിക്കും. Make us the child of Jesus. യേശുവിന്റെ പൈതലാക്കി നമ്മളെ മാറ്റും. Right now. ഇപ്പോൾ തന്നെ Open your heart നിങ്ങളുടെ ഹൃദയം തുറക്കുവീൻ, and cry. കരയുവീൻ. Everybody cry. എല്ലാവരും കരയുവീൻ. Tell him, wash me with your blood, Lord. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പറയൂ. Tell him, wash me with your blood. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമെന്ന് പറയൂ. Jesus, cleanse me. യേശുവേ, എന്നെ ശുദ്ധീകരിക്കണമേ. Cleanse my husband. എന്റെ ഭർത്താവിനെ ശുദ്ധീകരിക്കണമേ. Cleanse my wife. എന്റെ ഭാര്യയെ ശുദ്ധീകരിക്കണമേ. Cleanse my എന്റെ children. കുഞ്ഞുങ്ങളെ ശുദ്ധീകരിക്കണമേ. Cleanse my എന്റെ parents. മാതാപിതാക്കളെ ശുദ്ധീകരിക്കണമേ. God is answering your prayer right ഇപ്പോൾ തന്നെ now. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നു. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാമോ? Lord Jesus, കർത്താവായ യേശുവേ, wash every one of us with your blood. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ രക്തത്താൽ കഴുകണമേ. All are sinners. ഞങ്ങൾ എല്ലാവരും പാപികൾ. Wash everyone with your blood. അങ്ങയുടെ രക്തത്താൽ എല്ലാവരെയും അങ്ങ് കഴുകണമേ. Let every sin, എല്ലാ പാപങ്ങളും, sinful nature, പാപസ്വഭാവങ്ങൾ, sinful action that we have committed ഞങ്ങൾ ചെയ്തിരിക്കുന്ന പാപപ്രവൃത്തികൾ എല്ലാം be removed in Jesus' name. യേശുവിന്റെ നാമത്തിൽ മാറ്റിക്കളയട്ടെ. Let every guilt come out of everybody in the name of Jesus. എല്ലാ കുറ്റമനസാക്ഷിയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പുറത്തേക്ക് വരട്ടെ. Let every fear caused by sin leave every heart. പാപം കൊണ്ടുവരിക്കുന്ന എല്ലാ ഭയവും എല്ലാ ഹൃദയത്തിൽ നിന്നും മാറിപ്പോകട്ടെ. Jesus, യേശുവേ, wash everybody with your blood. അങ്ങയുടെ രക്തത്താൽ എല്ലാവരെയും കഴുകണമേ. Embrace everybody, Lord. കർത്താവ് എല്ലാവരെയും അങ്ങ് ആലിംഗനം ചെയ്യണമേ. Kiss everybody, Lord. കർത്താവ് എല്ലാവരെയും അങ്ങ് ചുംബിക്കണമേ. And now make everybody a new creature. ഇപ്പോൾ എല്ലാ ആളുകളെയും പുതിയ സൃഷ്ടിയാക്കണമേ. Come on, say thank you, Jesus. യേശുവേ, അങ്ങേക്ക് നന്ദി. Thank you, Jesus. യേശുവേ, Give നന്ദി. everybody a new spirit. എല്ലാ ആളുകൾക്കും പുതിയ ആത്മാവിനെ The നൽകണമേ. spirit of Jesus. യേശുവിന്റെ ആത്മാവിനെ നൽകണമേ. New mind. പുതിയ മനസ്സ് നൽകണമേ. The mind of Christ. ക്രിസ്തുവിന്റെ മനസ്സ് നൽകണമേ. A new body as the temple of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആലയമായി പുതിയ ശരീരം നൽകണമേ. Let everybody become the temple of the Holy Spirit in Jesus' name. എല്ലാ ആളുകളും യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീരട്ടെ. Thank you, Lord, for doing that. കർത്താവേ, അതങ്ങ് ചെയ്യുന്നതിനാൽ Thank നന്ദി. you, Lord, for doing that. കർത്താവേ, അതങ്ങ് ചെയ്യുന്നതിനാൽ Thank you, നന്ദി. Lord, for cleansing everybody. കർത്താവ് എല്ലാ ആളുകളെയും വിശുദ്ധീകരിക്കുന്നതിനാൽ നന്ദി. Give them a new life full of love for Jesus. യേശുവിന് സമ്പൂർണ്ണ സ്നേഹം അർപ്പിക്കുന്ന ഒരു നല്ല ജീവിതം അവർക്ക് നൽകണമേ. We give you the glory, my Father, എന്റെ പിതാവേ, Lord Jesus. കർത്താവായ യേശുവേ, Please lay your hands on everyone, Lord. കർത്താവേ, ദയവായി എല്ലാവരുടെ മേലും അങ്ങ് കരം വെക്കണമേ. You have suffered for everyone. അങ്ങ് എല്ലാവർക്കും വേണ്ടി കഷ്ടത അനുഭവിച്ചല്ലോ. Father, your hands have the nail-pierced wounds. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ആ ആണിപ്പാടുണ്ടല്ലോ. Lay your hands on everyone's body who have laid their hands on their chest. കർത്താവേ, നെഞ്ചിൽ കൈവച്ചിരിക്കുന്ന എല്ലാ ആളുകളുടെ മേലും കർത്താവേ, അങ്ങയുടെ കരം അങ്ങ് വെക്കണമേ. Touch them അവരെ തൊടണമേ. and heal them, Lord. കർത്താവരെ സൗഖ്യമാക്കണമേ. From head to foot, ശിരസ് മുതൽ പാദം വരെ Father, let them be healed. പിതാവേ, അവർ സൗഖ്യം പ്രാപിക്കട്ടെ. Let them be healed. അവർ സൗഖ്യം പ്രാപിക്കട്ടെ. Give them new organs. അവർക്ക് പുതിയ അവയവങ്ങൾ നൽകണമേ. New organs. പുതിയ അവയവങ്ങൾ. Let the old organs become new in the name of Jesus. പഴയ അവയവങ്ങളൊക്കെയും യേശുവിന്റെ നാമത്തിൽ പുതിയ അവയവങ്ങളായി Let തീരട്ടെ. every sickness, എല്ലാ രോഗങ്ങളും, every weakness, എല്ലാ ബലഹീനതകളും, every deformity, എല്ലാ അധാർമികതകളും leave their organs right now in Jesus' name. ഇപ്പോൾ തന്നെ അവരുടെ അവയവങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. Thank you, Lord, for doing that. കർത്താവേ, അങ്ങ് ചെയ്യുന്നതിനാൽ നന്ദി. Thank you, Lord, for healing everybody. കർത്താവ് എല്ലാവരെയും അങ്ങ് സൗഖ്യമാക്കുന്നതിനാൽ നന്ദി. Thank you for your wounds which are healing everyone right now. ഇപ്പോൾ തന്നെ എല്ലാവരെയും സൗഖ്യമാക്കുന്ന അങ്ങയുടെ മുറിവുകൾക്കായി നന്ദി. And dear Lord, Holy Spirit, പ്രിയ കർത്താവേ, പരിശുദ്ധാത്മാവേ, please create brand new organs for everyone whose organs are not working. കർത്താവ്, അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കാതിരിക്കുന്ന എല്ലാവർക്കും ദയവായി പുതിയ അവയവങ്ങൾ നൽകണമേ. Now I command in Jesus' name. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. Let everyone's organs become new. എല്ലാവരുടെയും അവയവങ്ങൾ പുതുതായി തീരട്ടെ. Become new. പുതുതായി തീരട്ടെ. Become new. പുതുതായി തീരട്ടെ. Function normally. ശരിയായി പ്രവർത്തിക്കട്ടെ. Your organs be healed. അവയവങ്ങൾ സൗഖ്യമാകട്ടെ. Be healed. സൗഖ്യമാകട്ടെ. Every deformity be healed. എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ. Become normal. സാധാരണഗതിയിൽ
സൗഖ്യമാകട്ടെ, become normal. സാധാരണഗതിയിലാകട്ടെ, Be healed. സൗഖ്യമാകാം In Jesus' name. യേശുവിന്റെ നാമത്തിൽ. You deaf and dumb spirit, come out in Jesus' name. ഭൂമിയുടെ ചികിടതൻ ദുഷ്ടാത്മായി യേശുവിന്റെ നാമത്തിൽ പുറത്തു വരിക. Every wound be healed. എല്ലാ മുറിവുകളും സൗഖ്യമാകട്ടെ, Every wound be healed. എല്ലാ മുറിവുകളും സൗഖ്യമാകട്ടെ. Let God's healing power, ദൈവത്തിന്റെ രോഗശാന്തി ശക്തി, recreating power, പുനർനിർമ്മാണം ചെയ്യുന്ന ശക്തി flow into every organ. എല്ലാ അവയവത്തിലേക്ക് പ്രവേശിക്കട്ടെ, Be healed സൗഖ്യമാകാം in Jesus' name. യേശുവിന്റെ നാമത്തിൽ. Now every pain ഇപ്പോൾ എല്ലാ വേദനകളും from head to foot, ശിരസ് മുതൽ പാദം let വരെ it leave everyone's body. അതെല്ലാവരുടെ ശരീരത്തെ വിട്ടു മാറിപ്പോകട്ടെ In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Every pain come out now. ഇപ്പോൾ തന്നെ എല്ലാ വേദനയും പുറത്തു വരിക. Stop now. ഇപ്പോൾ നിന്നു പോകാം. Stop now. ഇപ്പോൾ നിന്നു പോകാം. Stop now. ഇപ്പോൾ നിന്നു പോകാം In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Every pain stop. എല്ലാ വേദനയും നിലച്ചു പോകട്ടെ, Stop. നിലച്ചു പോകാം, Be healed. സൗഖ്യമാകാം In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Every problem in the blood be healed. രക്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടട്ടെ. You blood flow become normal from head to foot in Jesus' name. രക്തപ്രവാഹമൊക്കെ യേശുവിന്റെ നാമത്തിൽ ശിരസ് മുതൽ പാദം വരെ ശരിയായി തീരട്ടെ. Every disease in the blood be healed. രക്തത്തിലുള്ള എല്ലാ രോഗങ്ങളും സൗഖ്യമാകട്ടെ. Every blood flow stop now in Jesus' name. എല്ലാ രക്തപ്രവാഹവും യേശുവിന്റെ നാമത്തിൽ നിലച്ചു പോകട്ടെ. Every blood discharge stop now in Jesus' name. എല്ലാ രക്തസ്രാവവും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിലച്ചു പോകട്ടെ. And let the blood flow normally within the body. ശരീരത്തിനുള്ളിൽ തന്നെ ശരിയായ വിധത്തിൽ രക്തപ്രവാഹം In ഉണ്ടാകട്ടെ. the name of Jesus, I command this miracle now. ഈ അത്ഭുതം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. Now let the bones be healed. ഇപ്പോൾ അസ്ഥികൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. You bones be healed. അസ്ഥികളെ ഇപ്പോൾ സൗഖ്യമാകാം, Be healed. സൗഖ്യമാകാം. Be set right in Jesus' name. ഇപ്പോൾ തന്നെ ശരിയായ വിധത്തിലായി തീരട്ടെ യേശുവിന്റെ And നാമത്തിൽ. every deficiency in the body be healed. ശരീരത്തിലുള്ള എല്ലാ ബലഹീനതകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Every allergy be healed. എല്ലാ അലർജിയും സൗഖ്യമാകട്ടെ. You allergies be healed in Jesus' name. അലർജികളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാം. Stop now. ഇപ്പോൾ നിലച്ചു Be പോകാം, healed. സൗഖ്യമാകാം, Be healed. സൗഖ്യമാകാം, Be healed. സൗഖ്യമാകാം In Jesus' name. യേശുവിന്റെ നാമത്തിൽ. And every demonic spirit which has brought sin and sickness into their bodies, അവരുടെ ശരീരത്തിലേക്ക് പാപവും രോഗവും കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ സാത്താന്റെ ബന്ധനങ്ങളും I command you to leave their bodies now. ഇപ്പോൾ തന്നെ അവരുടെ ശരീരങ്ങളെ വിട്ടുപോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. Now leave their spirits now. ഇപ്പോൾ അവരുടെ ആത്മാക്കളെ വിട്ടുമാറുക, Leave their minds അവരുടെ now. മനസ്സുകളെ ഇപ്പോൾ തന്നെ വിട്ടുപോകാം, Leave their families now. അവരുടെ കുടുംബങ്ങളെ ഇപ്പോൾ തന്നെ വിട്ടുപോകാം In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Every witchcraft power we cast you out in Jesus' name. എല്ലാ മന്ത്രവാദ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്തേക്ക് അയക്കുന്നു. I rebuke the power of these evil powers and I cast them into hellfire in Jesus' name, releasing these God's people. ഈ ദൈവജനത്തൊക്കെയും വിടുവിച്ചുകൊണ്ട് ദുഷ്ടശക്തികളൊക്കെയും ഭത്സിച്ച് പുറത്താക്കിക്കൊണ്ട് നരകാഗ്നിയിലേക്ക് ഞാൻ അവക്കെയും പറഞ്ഞയക്കുന്നു. Come on, praise the Lord. വരുവൻ കർത്താവിന് സ്തോത്രം പറയുന്നു. Miracles are happening. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. God is delivering everybody. ദൈവം എല്ലാ ആളുകളെയും വിടുവിക്കുന്നു. Yes, Lord. അതേ കർത്താവേ, Thank you, Jesus. യേശുവേ നന്ദി. Your love is filling every heart. അങ്ങയുടെ സ്നേഹം എല്ലാ ഹൃദയങ്ങളെയും നിറയ്ക്കുന്നു. Your love is filling everybody. എല്ലാ ആളുകളെയും കർത്താവ് അങ്ങയുടെ സ്നേഹം You're giving നിറച്ചുകൊണ്ടിരിക്കുന്നു. them new organs. അങ്ങ് അവർക്ക് പുതിയ അവയവങ്ങൾ Even നൽകുന്നു. those who are unable to bear children, കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കഴിയാതിരിക്കുന്ന ആളുകൾക്ക് തന്നെ you're touching their womb right now. ഇപ്പോൾ തന്നെ ഗർഭപാത്രത്തെ അങ്ങ് തൊടുന്നുവല്ലോ. Right now. ഇപ്പോൾ തന്നെ Recreating those organs of the husband and the wife. ഭാര്യയുടെയും ഭർത്താവിനെയും ആ അവയവങ്ങളെ കർത്താവെ പുനർനിർമ്മാണം ചെയ്യണമേ. Tonight let her conceive. ഈ രാത്രി അവൾ ഗർഭവതിയായി തീരട്ടെ. Tonight let the wife conceive in Jesus' name. ഈ രാത്രി ഭാര്യ യേശുവിന്റെ നാമത്തിൽ ഗർഭവതിയായി തീരട്ടെ. Several of you are getting terrible headaches. നിങ്ങൾ അനേകര കടുത്ത തലവേദന അനുഭവിക്കുന്നു. Jesus heals you right now. ഇപ്പോൾ തന്നെ യേശു നിങ്ങൾക്ക് സൗഖ്യം തരുന്നു. Rani, റാണി, God healed you right now. ദൈവം തന്നെ ഇപ്പോൾ സൗഖ്യമാക്കിയിരിക്കുന്നു. Thank you, Lord. കർത്താവേ Thank നന്ദി, you, Lord. കർത്താവേ God
God's healing power is flowing into everybody right ഇപ്പോൾ തന്നെ now. എല്ലാ ആളുകളും ദൈവത്തിന്റെ രോഗശാന്തി ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. Yes, the hand of God is coming upon you. അതേ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ വരുന്നു. Keep on praising the Lord. ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ടേയിരിപ്പീൻ. Miracles are still happening. ഇപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. There are several people who have problem in your family life. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അനേകം പ്രശ്നങ്ങൾ, അനേകം ആളുകൾ ഇവിടെയുണ്ട്. No peace in your home. നിങ്ങളുടെ ഭവനത്തിൽ സമാധാനമില്ല. Jesus is uniting the husband and the wife together. യേശു കർത്താവ് ഭാര്യയും ഭർത്താവും ഒരുമിപ്പിക്കുന്നു. He is uniting the children and the parents together. കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും യേശു കർത്താവ് ഒരുമിപ്പിക്കുന്നു. Oh, you are going to be a great father for your children. അതേ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഒരു വലിയ പിതാവായിരിക്കും. You are going to be a great mother to your children. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വലിയ മാതാവായി തീരും. Turn your heart to Jesus. നിങ്ങളുടെ ഹൃദയം യേശുവിലേക്ക് തിരിക്കുവീൻ. Say, Lord, I have not been a faithful father. പറയുവിൻ, കർത്താവേ, ഞാൻ വിശ്വസ്ത പിതാവ് ആയിരുന്നില്ല. I have not been a good husband. ഞാനൊരു നല്ല ഭർത്താവ് ആയിരുന്നില്ല. Forgive me. എന്നോട് ക്ഷമിക്കണമേ. Forgive me. എന്നോട് ക്ഷമിക്കണമേ. Tonight Jesus is uniting the husband, wife and the children together, and he is going to be the father of your family. ഈ രാത്രി യേശു കർത്താവ് ഭർത്താവിനെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും ഒരുമിപ്പിച്ച് നിങ്ങളുടെ കുടുംബത്തിന് യേശു കർത്താവ് പിതാവ് ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Just believe. നിങ്ങൾ വിശ്വസിക്കുവീൻ. Just believe. വിശ്വസിക്കുവീൻ. And say, Lord, forgive me. പറയുവിൻ, കർത്താവിനോട് ക്ഷമിക്കണമേ. I want to have joyous family life. എനിക്ക് സന്തോഷമുള്ള കുടുംബജീവിതം വേണം. I want a joyous family life. എനിക്ക് സന്തോഷമുള്ള കുടുംബജീവിതം വേണം. Jesus is coming into your family right now. യേശു ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നു. Would you cry out for the blessing of your family? നിങ്ങളുടെ കുടുംബത്തിലെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ കരഞ്ഞപേക്ഷിക്കുമോ? Lord Jesus, കർത്താവായ യേശുവേ, see the cry of your children. അങ്ങയുടെ മക്കളുടെ കണ്ണുനീർ കാണണമേ. From today, ഇന്നു മുതൽ transform the heart of the husband. ഭർത്താവിന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തണമേ. Transform the heart of the wife. ഭാര്യയുടെ ഹൃദയത്തെ Let രൂപാന്തരപ്പെടുത്തണമേ. your love fill their hearts, Lord. കർത്താവേ, അങ്ങയുടെ സ്നേഹം അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. Let them come together. അവർ ഒരുമിച്ച് കൂടട്ടെ. Let the children and the parents come together. കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒരുമിച്ച് വരട്ടെ. Let there be your love in their hearts for each other and for you. കർത്താവേ, അവരുടെ ഹൃദയങ്ങളിൽ അന്യോന്യവും അങ്ങേക്കുള്ള സ്നേഹവും വ്യാപരിക്കട്ടെ. Let them repent and come together. അവർ പശ്ചാത്തപിച്ച് ഒത്തുകൂടി വരട്ടെ. Tonight do this miracle, Lord. ഈ രാത്രി കർത്താവേ, അത്ഭുതം അങ്ങ് ചെയ്യണമേ. Let all the families become one family full of joy. എല്ലാ കുടുംബങ്ങളും കർത്താവേ ഒരു കുടുംബമായി തീർന്ന് സമ്പൂർണ്ണ സന്തോഷം അനുഭവിക്കട്ടെ. Holy Spirit, come upon them right now പരിശുദ്ധാത്മാവേ, അവരുടെ മേൽ ഇപ്പോൾ തന്നെ വന്നിറങ്ങണമേ. and drive out the devils who are separating them. അവരെ ഛിദ്രിച്ച് അവരെ വേർപെടുത്തുന്ന ദുഷ്ടാത്മാക്കളെ പുറത്താക്കണമേ. Let them love each other. അവർ അന്യോന്യം സ്നേഹിക്കട്ടെ. I command God's love to come upon every family in Jesus' name. എല്ലാ കുടുംബത്തിലും യേശുവിന്റെ സ്നേഹം വന്ന് വ്യാപരിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. Thank you for doing it, Lord. കർത്താവേ, അത് അങ്ങ് ചെയ്യുന്നതിനാൽ നന്ദി. Thank you for doing it, Lord. കർത്താവേ, അത് അങ്ങ് ചെയ്യുന്നതിനാൽ നന്ദി. Thank you for doing it, Lord. കർത്താവേ, അങ്ങ് അത് ചെയ്യുന്നതിനാൽ We നന്ദി. give you the glory. ഞങ്ങൾ അങ്ങേക്ക് മഹത്വം തരുന്നു. Shall we clap our hands and give Jesus all the glory? നമ്മൾ കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിന് സർവ്വ മഹത്വം അർപ്പിക്കാമോ?